ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഓക്കെ, ഇന്നിപ്പോൾ 18/12/2024 മാർക്കറ്റാണ്. ഇന്നിപ്പോൾ എനിക്കൊരു കുറച്ച് പ്രോഫിറ്റ് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് എങ്ങനെയാണ് ആ പ്രോഫിറ്റ് എടുത്തതെന്നും നമുക്ക് വലിയ വലിയ ഇൻഡിക്കേറ്റർ വലിയ വലിയ സ്ട്രാറ്റജിയുടെ പുറകെ പോകാതെ ഞാൻ ആ പ്രോഫിറ്റ് എടുത്തത് എങ്ങനെയാണെന്നും ഞാൻ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ആ പൊസിഷൻ എടുത്തതെന്നും എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ആ പൊസിഷൻ എടുത്തതെന്നും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും ഈ ചെറിയ പ്രോഫിറ്റ് പ്രതീക്ഷിച്ച മാർക്കറ്റിലേക്ക് വന്നിട്ട് ഗ്രാജുവലി നമുക്ക് വലിയ വലിയ പ്രോഫിറ്റിലേക്ക് എത്താൻ താല്പര്യമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. വലിയ വലിയ പ്രോഫിറ്റുകൾ നോക്കിയിട്ട് ലക്ഷങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് 30,000 40,000 50,000 എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡും ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും എൻ്റെ മണി മാനേജ്മെൻറ്റ് സിസ്റ്റവും എല്ലാം ചെറിയ പ്രോഫിറ്റ് എൻ്റെ ക്യാപിറ്റലിൻ്റെ ഒരു 2-3 മാക്സിമം പോയി കഴിഞ്ഞാൽ 5% ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ എത്രത്തോളം ചെറുതാണെങ്കിൽ അത്രത്തോളം പ്രോഫിറ്റ് ചെറുതായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു മണി മാനേജ്മെൻറ്റ് സിസ്റ്റം വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്ത എൻ്റെ ഒരു ദിവസത്തെ പ്രോഫിറ്റും ഞാൻ എന്തുകൊണ്ടാണ് ട്രേഡ് ചെയ്തതെന്നുള്ള ആ ഒരു ഡീറ്റെയിലുമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇവിടെ കാണാൻ കഴിയുന്നത് മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ മാർക്കറ്റ് അതായത് മാർക്കറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം നിലവിൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പൊസിഷനും ആ ഒരു ലെവലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നിലവിലത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പുതിയ ഇൻഡിക്കേറ്റർ, ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എല്ലാവർക്കും അറിയാം. ഞാൻ CPR എന്നുള്ള ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഇൻഡിക്കേറ്റർ അവിടെ വന്നു കഴിഞ്ഞു. നമുക്കിനി ഇൻഡിക്കേറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ഈ CPR നമുക്ക് 1-2 മാസം ഈ സെൻട്രൽ പിവറ്റ് എന്നുള്ള CPR നിങ്ങൾക്ക് ഒരു 1-2 മാസം നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഈ CPR വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെയാണ്, ഈ CPRനെ എങ്ങനെയാണ് മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇന്നിപ്പോൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് നമുക്കിവിടെ CPR വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു സൈഡ് വൈസ് മാർക്കറ്റ് കണ്ടതിന് ശേഷം ഇവിടെ വന്ന ഈ CPR, ഈ നാരോ CPRനെ അവിടെ തട്ടി താഴത്തേക്ക് വരെയാണ് ചെയ്തത്. ഇന്നിപ്പോൾ വീണ്ടും ഇതാണ് ഇന്നത്തെ CPR, ഇന്ന് വന്നിരിക്കുന്ന CPR, ഇന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഇതാണ്. നിങ്ങൾക്ക് ടൈം കണ്ടാൽ മനസ്സിലാവും. ഈ CPRന്റെ താഴെയാണ് ഈ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം മനസ്സിലാകും വീണ്ടും ഒരു ഫോൾ മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. നമുക്ക് എന്തായാലും അതൊരു കൺഫർമേഷൻ ഒരു ഇതല്ല. എപ്പോഴും മാർക്കറ്റ് പ്രഡിക്റ്റബിൾ അല്ല. നമ്മൾക്ക് ചെറിയൊരു നമുക്കറിയാവുന്ന സ്ട്രാറ്റജി മീൻസ് ആ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ ചെറിയൊരു പ്രഡിക്ഷൻ കൊടുക്കാനേ പറ്റുന്നുള്ളൂ. നമുക്ക് ഞാൻ എന്തായാലും ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ വലിയൊരു കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രമേ ട്രേഡ് എടുക്കാറുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ CPR വന്നു. CPR വന്നതിന് ശേഷം വരുന്നുള്ള മാർക്കറ്റുകൾ കാണിച്ചു തരാം. ഇവിടെ ക്യാൻഡിൽ വന്നു. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഈ ക്യാൻഡിൽ ഇവിടെ വന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ഈ CPRനെ ഒരു സ്റ്റോപ്പ് ലോസ് വച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇത്രയും ഫോള് വന്നിരിക്കണോണ്ട് ചിലപ്പോൾ മാർക്കറ്റ് അടിച്ച് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തട്ടി മുകളിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും ഈ CPR വരുമ്പോൾ ഈ CPRൽ തട്ടി താഴത്തേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചാൻസസ്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ചാൻസസ് ആദ്യം മുന്നിൽ കാണണം. ഈ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ തട്ടി താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ CPRൽ തട്ടി താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ CPRന്റെ ഈ സെൻട്രൽ കാണുന്ന ഈ ലൈൻ, ഈ പിവറ്റ് ലൈനായിട്ട് ആക്ട് ചെയ്തിട്ട് ആ ലൈനിൽ നിന്നും തട്ടി താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ CPRന്റെ മുകളിൽ ചെന്നിട്ട് അവിടെ നിന്നും തട്ടി താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ചാൻസസ് എപ്പോഴും നമ്മൾ മുന്നിൽ കാണണം. അങ്ങനെ മുന്നിൽ കണ്ടാൽ നമുക്ക് സേഫായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ.
ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ക്യാൻഡിൽ ഇങ്ങനെ വലിയൊരു ഫോൾ വരുമ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാമെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ അവിടെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ വരുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, വീണ്ടും മാർക്കറ്റ് മുകളിൽ പോയി. അപ്പം നമ്മൾ പുട്ട് ഓപ്ഷൻ ഇവിടെ എടുത്ത് വച്ചിരുന്നെങ്കിൽ നമുക്ക് അതൊരു വലിയൊരു ലോസിലേക്ക് എത്തിയേനെ. നമ്മൾ വെച്ച ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയേനെ. നമ്മൾ വീണ്ടും കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അഗെയിൻ ഞാൻ പറയുകയാണ്, കൺഫർമേഷനാണ് മാർക്കറ്റിൽ നമുക്ക് വേണ്ടത്. നമ്മളെടുത്ത പൊസിഷൻ നമുക്ക് ഓക്കെ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടത് കൺഫർമേഷനാണ്. നമ്മൾ പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. അയ്യോ എടുത്ത പാടെ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയല്ലോ. നമ്മൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് പോകുന്നത്. ഞാൻ ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്, ഈ മാർക്കറ്റ് എന്തെല്ലാം മേളിലേക്ക് കാണിച്ചാലും ഇതെല്ലാം കഴിഞ്ഞ് താഴത്തേക്ക് വരും. കാരണം ഈ ഓപ്ഷൻ ചെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓപ്ഷൻ ചെയിൻ എന്താണെന്ന് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഓപ്ഷൻ ചെയിൻ നോക്കുന്നതെന്നും ഓപ്ഷൻ ചെയിനിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് പറയുന്നതെന്നും ഈ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ ഓപ്ഷൻ ചെയിൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സഹായിക്കുക എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് കഴിഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് ഓപ്ഷൻ ചെയിനിൽ നോക്കാൻ സാധിക്കില്ല. കാരണം കറണ്ട് മാർക്കറ്റ് റണ്ണിങ്ങിൽ മാത്രമേ ഓപ്ഷൻ ചെയിനിൻ്റെ അപ് ടു ഡേറ്റ് ഡാറ്റാസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് കഴിഞ്ഞു. പക്ഷെ ഞാൻ എടുത്തപ്പോൾ എനിക്കറിയാം ഓപ്ഷൻ ചെയിനിൽ വരുന്നേക്കുന്ന പെർഫോമൻസ്, അതായത് ഓപ്ഷൻ ചെയിനിൽ അറിയാൻ പറ്റും ഇപ്പം നിലവിൽ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതെന്നും അതിൻ്റെ ബൈ വോളിയം മീൻസ് പുട്ട് വോളിയവും കോൾ വോളിയവും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് എങ്ങോട്ട് സഞ്ചരിക്കും എന്നുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഞാൻ അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് പുട്ട് ഓപ്ഷനിൽ വലിയൊരു വോളിയം കാണാൻ സാധിച്ചു ഓപ്ഷൻ ചെയിനിൽ. അപ്പോൾ എനിക്കറിയാമായിരുന്നു മാർക്കറ്റ് കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെയും താഴേക്ക് വരുമെന്ന്. ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത് അറ്റ്ലീസ്റ്റ് ഞാൻ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ CPRൻ്റെ ഈ ലെവലിലാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാറ്. അങ്ങനെ ഇവിടെ ഞാൻ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നതെന്ന് വെയിറ്റ് ചെയ്തു. നമുക്ക് നോക്കാം ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നതെന്ന്. കണ്ടില്ലേ, മാർക്കറ്റ് ഇവിടെ തട്ടി താഴേക്ക് വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ തട്ടി താഴേക്ക് വന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ വന്നപ്പോൾ എടുക്കാതെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം മേളിൽ പോയി വീണ്ടും താഴത്തേക്ക് വന്നു. നമുക്ക് ഇതൊരു കൺഫർമേഷനാണ്. ഞാൻ ഇവിടെ ചെയ്തത്, ഞാൻ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ബൈ ചെയ്യുക ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു പൊസിഷനിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ എടുത്തത് നോക്കൂ. ഈ നാരോ CPRൽ നിന്നും താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇന്നത്തെ CPRൽ തട്ടി താഴത്തേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഫോൾ, നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റിയ ഒരു ചാൻസ് ആണെന്ന്. അതിൻ്റെ കൂടെ ഞാൻ ഓപ്ഷൻ ചെയിനും കൂടി നോക്കി. ഓപ്ഷൻ ചെയിൻ നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ കാണാൻ പറ്റി പെർഫോമൻസ് വൈസ്. കണ്ടില്ല, ഇവിടെ പുട്ട് ഓപ്ഷൻ, ഇവിടെ കോൾ ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ്റെ വോളിയം നല്ല കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ സെല് ചെയ്യാൻ മാർക്കറ്റിലുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് താഴെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ നോക്കിയത് മാർക്കറ്റ് താഴെ പോയാൽ ഏത് ലെവൽ വരെയും പോകും. ഈ ലെവലാണ് ഞാൻ വച്ചിരുന്നത്. ഈ ലെവൽ ഞാൻ വയ്ക്കാൻ വേറെ കാരണങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഞാൻ എപ്പോഴും ഈ ഒരു സ്ട്രാറ്റജി വച്ചിട്ടല്ല ട്രേഡ് എടുക്കുന്നത്. ഞാൻ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ഈ കറണ്ട് മാർക്കറ്റിലെ ഒരു സ്ട്രാറ്റജിയും അതിൻ്റെ ഓപ്ഷൻ ചെയ്യലിൽ എനിക്ക് കിട്ടിയ ഡാറ്റയും എല്ലാം വച്ചിട്ട് ഞാൻ വെച്ച ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളാണ്. ഇതിന് സ്ട്രാറ്റജി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് ജസ്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ട്രേഡ് അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ വച്ചത്, ഇപ്പോൾ ഇവിടെ ഒരുപാട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഞാൻ മാർക്കറ്റ് റൺ ചെയ്ത സമയത്ത് ഞാൻ വരച്ചിട്ട ലൈനാണ്. പക്ഷേ ഈ ലൈനിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല. നിങ്ങൾക്ക് മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ലൈൻ വരച്ചതെന്ന്. നമുക്ക് എന്തായാലും നോക്കാം. ഈ മാർക്കറ്റ് ഞാൻ സ്ട്രാറ്റജി ഇവിടെയാണ് എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിരുന്നത്. ആ ടാർഗറ്റിൽ വരെ ഹിറ്റാവോ, എങ്ങനെയാണ് മാർക്കറ്റ് പോകുക, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടിയത്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ വലിയ പ്രോഫിറ്റ് ഒന്നുമല്ല, എൻ്റെ ക്യാപിറ്റലിൽ ഒരു 5% പ്രോഫിറ്റാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും ഞാനിപ്പോൾ നിലവിൽ എന്തുകൊണ്ടാണ് ഞാൻ പൊസിഷൻ എടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. എൻ്റെ ഒരു പുതിയ ചാനലാണ്, പക്ഷേ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിൻ്റെ അകത്ത് അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് തല പുണ്ണാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾ
അത് ഡിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിലെ 5% നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഉറപ്പാണ് കാര്യം. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് വലിയ വലിയ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ ആ മറ്റേ റൂള് മറിച്ച റൂള് പിന്നെ വലിയ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വലിയ ഇതായിട്ടൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യരുത്. ഞാൻ കാണിച്ചു തരാം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നതെന്ന്. കണ്ടില്ലേ, മാർക്കറ്റ് നമുക്ക് അനുകൂലമായിട്ടുള്ള, അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വച്ചിരിക്കുന്നത് മാർക്കറ്റ് പോകുന്നത് കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് പോകുന്നത്. നമുക്ക് നോക്കാം ഇത് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുമോ. കണ്ടില്ല, എൻ്റെ ടാർഗറ്റ് നിലവിൽ ഹിറ്റായി. ഞാനിവിടെ വച്ചിരുന്ന എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പൊസിഷൻ എടുത്തു, ഇവിടെ ഹിറ്റായി, എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. പക്ഷേ നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഓപ്ഷൻ ചെയിനിലുള്ള ഡാറ്റാസും നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം. ഈ CPR ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു, കാരണം ഇവിടുന്ന് മാർക്കറ്റ് റിട്ടേൺ പോയിട്ട് ആ ഇൻഡിക്കേറ്ററിൻ്റെ ഏകദേശം അടുത്ത് ചെന്നിട്ടല്ലേ വീണ്ടും ഒരു റിട്ടേൺ പൊസിഷനിലേക്ക് മാർക്കറ്റ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഇൻഡിക്കേറ്ററിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന്. അതെല്ലാം പോകട്ടെ, ഈ മാർക്കറ്റ് തുടങ്ങി ഫസ്റ്റ് ക്യാൻഡിൽ വന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഇൻഡിക്കേറ്റർ നമുക്കിവിടെ വിസിബിൾ ആയി. അതാണ് ഇൻഡിക്കേറ്ററിൻ്റെ. സാധാരണ മിക്ക ഇൻഡിക്കേറ്റേഴ്സും ലേറ്റായിട്ട് വരുന്ന, മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഡിക്കേറ്ററുകൾ വിസിബിൾ ആവുന്നത്. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻഡിക്കേറ്ററിൻ്റെ ഉപകാരങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ ഈ ഇൻഡിക്കേറ്റർ അങ്ങനെയല്ല വന്നത്. പിന്നെ ഇത് വൈഡ് CPR ആണ്, ഇത് നാരോ CPR ആണ്. വൈഡ് CPR എന്താണെന്നും നാരോ CPR എന്താണെന്നും വൈഡ് CPR വന്നാൽ മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നും നാരോ CPR വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയിട്ട് ആ വീഡിയോ കാണാം. എന്നിട്ട് ആ CPR നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ട്രേഡ് എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ വലിയ വലിയ ഇൻഡിക്കേറ്റേഴ്സും വലിയ വലിയ സ്ട്രാറ്റജിയും വെച്ചിട്ടൊന്നുമല്ല. നമ്മൾ ചെറിയ സിസ്റ്റം വയ്ക്കുക, അത് ഫോളോ ചെയ്യുക, അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക. അത്ര ഇതിനകത്ത് ചെയ്യാനുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട, വലിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിൽ വയ്ക്കണ്ട. വലിയ വലിയ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ചിലരുടെ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വരെയും ഒരു കുത്തി എൻ്റെ ഇപ്പം ഉണ്ട്. പക്ഷേ ഇത് ഞാനിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വന്ന ഒരു, ഞാനിപ്പോൾ ഓൾറെഡി മാർക്കറ്റ് കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്യും. ഇനി പുതിയ മാർക്കറ്റ് വരുമ്പോൾ ഞാൻ ഓരോരോ ലൈൻ വരച്ചിടും. ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈനെ മാക്സിമം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. വലിയ വലിയ ഇൻഡിക്കേറ്ററൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരു 200 EMA ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൂപ്പർ ട്രെൻഡ് എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എന്നെ ഒന്നിനും സഹായിക്കാറില്ല. കാരണം ഇതൊക്കെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം വിസിബിൾ ആവുന്ന ഇൻഡിക്കേറ്ററാണ് ഈ സൂപ്പർ ട്രെൻഡും ഈ പറഞ്ഞ 200 EMA. മാർക്കറ്റ് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഈ 200 EMA ഇങ്ങനെ പോകും. ഇനിയിപ്പോൾ മാർക്കറ്റ് പോകുന്നതിന് മുമ്പ് 200 EMA ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം, നമുക്ക് അതൊരു മുന്നറിയിപ്പാണ്. പക്ഷെ മുന്നറിയിപ്പ് എന്നുള്ള സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെ കിട്ടിയേക്കുന്നത് ഈ പറഞ്ഞ ഈ CPR നിന്ന് മാത്രമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ CPRനെ ട്രസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ഗുണം ട്രേഡ് ചെയ്യൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് നല്ലൊരു പ്രോഫിറ്റാണ്. എൻ്റെ ക്യാപിറ്റലിൻ്റെ 5% പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട്. എനിക്കിപ്പോൾ എൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ക്യാപിറ്റൽ ഞാൻ വെറും 1 ലക്ഷം രൂപയാണ് ഞാൻ ക്യാപിറ്റൽ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ആവശ്യത്തിന് ക്യാപിറ്റൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഞാൻ വലിയ വലിയ ക്യാപിറ്റലൊന്നും ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാറില്ല. ഞാൻ ആവശ്യം വരുമ്പോൾ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാറാണ് പതിവ്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ഫയേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഫയേഴ്സാണ്. കണ്ടല്ലേ, ഒരു 5,000 അടുത്ത് പ്രോഫിറ്റ് ഞാൻ ചെയ്തു. എൻ്റെ ക്യാപിറ്റലുകൾ നോക്കി അറിയാൻ പറ്റും. 1 lakh ക്യാപിറ്റലാണ്. അതിൻ്റെ ഒരു 5% ഞാൻ ഇവിടെ ചെയ്തു. ഇതാണ് എൻ്റെ ഒരു ക്യാപിറ്റൽ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വലിയ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുക. വലിയ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം വലിയ പൊസിഷൻസ് മീൻസ് നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലെടുക്കുക. എപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ ക്വാണ്ടിറ്റിയും നിങ്ങളുടെ പ്രോഫിറ്റും നിങ്ങളുടെ ലോസും. 10,000 രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് 50,000 രൂപ പ്രോഫിറ്റ് എടുക്കുക, അതൊക്കെ അതിന് നല്ലത് വല്ല ഈ ഗ്യാംബ്ലിങ്
അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യലാണ്. നിങ്ങൾ ഒരിക്കലും ട്രേഡിംഗ് ഒരു ഗ്യാമ്പിളിംഗ് ആയിട്ട് കണക്കൂട്ടരുത്. ഇതൊരു ബിസിനസ്സാണ്. വലിയ വലിയ ബിസിനസ്സുകാർ നിങ്ങൾ ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ചെറിയ ലക്ഷങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്നത്. ഇപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ അങ്ങനെ ഓരോരോ കമ്പനികളിലെ ഫണ്ടമെൻ്റൽ വീഡിയോസ് എടുത്ത് നമുക്ക് അറിയാൻ പറ്റും അവർ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ ഈ 10,000 50,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലക്ഷങ്ങൾ പ്രോഫിറ്റ് എടുക്കണം എന്നുള്ള ഒരു ബിസിനസ് ഒരു മെത്തേഡേ ഇല്ല. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. ആ അറിവില്ലായ്മയാണ് നമ്മുടെ വലിയ വലിയ ലോസിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു പ്രൊഫഷണലായിട്ട് ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്തതിൽ എന്തെങ്കിലും സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ എടുത്തത്, ഇനി ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല, ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇനിയും വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നെ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ട്രേഡിങ്ങിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും